അദ്വൈത സിദ്ധാന്തം. നമ്മളിൽ പലർക്കും ഇത് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്ന ചിത്രം ശ്രീ ശങ്കരാചാര്യരുടേതാണ്. എന്നാൽ സാധാരണക്കാരന് ഇന്ന് അദ്വൈത സിദ്ധാന്തം അന്യമായി. അപ്പോൾ എന്താണ് അദ്വൈത സിദ്ധാന്തം? അല്ലെങ്കിൽ സാധാരണക്കാരന് ഇതെങ്ങനെയാണ് പ്രസക്തമാകുന്നത്? ഈ കാര്യത്തെപ്പറ്റി ഇന്ന് പുണ്യത്തിൽ നമ്മളോടൊപ്പം സംസാരിക്കുന്നത് ഡോക്ടർ KS രാധാകൃഷ്ണൻ സാറാണ്. നമസ്കാരം സാർ. നമസ്കാരം. എന്താണ് അദ്വൈതം? ഇത് എന്താണ് അദ്വൈതം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ചെറിയ വാചകത്തിൽ അതിൻ്റെ ഉത്തരം പറഞ്ഞു പോവുക വളരെ പ്രയാസമാണ്. പക്ഷെ എന്നാലും പറയാവുന്നൊരു കാര്യം, അദ്വൈതം പറയുന്നത് ഇതാ നമ്മൾ ഈ ഇരിക്കുന്നില്ലേ ഇവിടെ, ഇതാണ് സത്യം. ഇതിൽ നിന്ന് മാറി നമ്മൾ എന്ത് പറഞ്ഞാലും അത് ശരിയായിരിക്കില്ല. നമ്മളെപ്പോഴും ഒരു കോണ്ടെക്സ്റ്റിലായിരിക്കും. ഒന്നുകിൽ ഉറങ്ങിയിരിക്കും, ഉറക്കം നമ്മുടെ ഒരു കോണ്ടെക്സ്റ്റാണ്. അല്ലെങ്കിൽ നമ്മൾ ആഹാരം കഴിക്കുകയായിരിക്കും, അതൊരു കോണ്ടെക്സ്റ്റാണ്. അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ സമ്പദിക്കുകയായിരിക്കും, അതൊരു കോണ്ടെക്സ്റ്റാണ്. ഈ കോണ്ടെക്സ്റ്റിലല്ലാതെ നമുക്ക് നമ്മളെക്കുറിച്ചൊന്ന് ചിന്തിക്കാൻ കഴിയുമോ? എപ്പോഴും നമ്മളൊരു കോണ്ടെക്സ്റ്റിലായിരിക്കും. നമ്മൾ അടുക്കളയിൽ നിൽക്കുമ്പോൾ ഒരു കോണ്ടെക്സ്റ്റിലാണ്, പഠനമുറിയിൽ ഇരിക്കുമ്പോൾ ഒരു കോണ്ടെക്സ്റ്റിലാണ്, കോളേജിൽ പോകുമ്പോൾ ഒരു കോണ്ടെക്സ്റ്റിലാണ്, സുഹൃത്തുക്കളുമായിട്ട് നമ്മൾ ഇറങ്ങുമ്പോൾ എപ്പോഴും നമ്മൾ ഒരു കോണ്ടെക്സ്റ്റിൻ്റെ ഭാഗമായിട്ടാണ് നിലനിൽക്കുന്നത്. അല്ലാതെ നമുക്ക് നമ്മെക്കുറിച്ച് ചിന്തിക്കാനേ സാധ്യമല്ല. അപ്പോൾ മനുഷ്യനും ഈ കോണ്ടെക്സ്റ്റും എപ്പോഴും വേർപിരിയാതെ പോകുന്നുണ്ട്. ഇത് നമ്മുടെ എല്ലാവരുടെയും അനുഭവമാണ്. ഈ അനുഭവത്തെയാണ് അദ്വൈതം എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്നു, ഇതെല്ലാം നമ്മുടെ അനുഭവത്തിൻ്റെ ഭാഗമാണ്. ഇതെല്ലാം ഉൾച്ചേർന്നതാണ് നമ്മുടെ അനുഭവം. ഇതിൽ നിന്ന് മാറ്റി നിൽക്കുന്ന ഒരു നാമിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അത് അമൂർത്തമായി പോകും. ഈ കോണ്ടെക്സ്റ്റിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ഞാൻ പറയുക അത് അമൂർത്തമാണ്. എനിക്കും മനസ്സിലാകില്ല, നിങ്ങൾക്കും മനസ്സിലാകില്ല. അപ്പോൾ അമൂർത്തമായ എന്തിനെക്കുറിച്ച് പറഞ്ഞാലും ആളുകൾക്കൊന്നും മനസ്സിലാകില്ല. മനസ്സിലാകണം എന്നുണ്ടെങ്കിൽ അതിനെ മൂർത്തമായ ഒന്നുമായി ബന്ധിപ്പിക്കേണ്ടി വരും. അതായത് പ്രസൻറ്റുമായിട്ട് അല്ല, പ്രസൻറ്റുമായിട്ട് നമുക്ക് ബന്ധിപ്പിക്കാതെ ഒന്നും മനസ്സിലാവില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരക്കം ഞാൻ പറയുന്നു, 1, 2 വല്ലതും മനസ്സിലാകുന്നുണ്ടോ? ഇല്ല. അല്ല. ആ സമയത്ത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒരു മനുഷ്യൻ, 2 മാങ്ങ ഉപമിച്ച് പറയും. അല്ലല്ല, അതുമായിട്ട് വരുമ്പോഴേ നമുക്ക് ഇതിൻ്റെ അർത്ഥം മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ 1, 2 എന്ന് പറഞ്ഞാൽ നമുക്ക് അർത്ഥം മനസ്സിലാവില്ല. 1, 2 എന്ത് 1, 2? കാരണം അത് അമൂർത്തമാണ്. അമൂർത്തമായ ഒന്നിനെയും നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. നമുക്ക് മനസ്സിലാകണം എന്നുണ്ടെങ്കിൽ അത് മൂർത്തമായിട്ട് വരേണ്ടി വരും. അങ്ങനെ മൂർത്തമായി നമ്മൾ വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക, അല്ലെങ്കിൽ മനസ്സിലാവില്ല. അങ്ങനെ നോക്കുമ്പോഴാണ് നമ്മൾ എപ്പോഴും എന്തിലായിരിക്കും? ഒരു കോണ്ടെക്സ്റ്റിലായിരിക്കും. ആ കോണ്ടെക്സ്റ്റിൽ നിന്ന് മാറ്റി നിർത്തി നമ്മെക്കുറിച്ച് ചിന്തിക്കാനേ സാധ്യമല്ല, ഒരാളെക്കുറിച്ചും സാധ്യമല്ല. ആ കോണ്ടെക്സ്റ്റിൽ എന്തെല്ലാം ഉൾപ്പെടുന്നുണ്ടോ അതൊക്കെ നമ്മുടെയും കൂടി ഭാഗമാണ്. കാരണം നമ്മളിതിനകത്ത് കാണുന്ന എല്ലാത്തിനെയും നമ്മൾ നമ്മുടെ ഭാഗമാക്കി മാറ്റുന്നുണ്ട്. ഇതൊക്കെ കാണുന്ന സമയത്ത് ഇതെല്ലാം നമ്മുടെ ഭാഗമായിട്ട് വരും. ഇതിനെയാണ് ഇദം എന്ന് പറയുക. ഇതാണത്. ഇതില്ലെങ്കിൽ നിങ്ങൾക്കൊന്നുമില്ല. അപ്പോൾ ഇഹം ഉണ്ടെങ്കിലേ എന്തുണ്ടാവുള്ളൂ, എന്തും ഉണ്ടാവുള്ളൂ. ഇത് വേണം. അദ്വൈതം നമ്മെ പഠിപ്പിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇദം ന മമ, ഇതൊന്നും എൻ്റേതല്ല. അത് ലോകത്തിന് നമ്മുടെ ഭാരതം നൽകിയ ഏറ്റവും മഹത്തായ സംഭാവനയാണ്. ബാക്കി എല്ലാവരും ഇതൊക്കെ എൻ്റേതാണെന്നാണ് പറയുക. അപ്പോൾ പറയുന്നത് ഇതൊന്നും എൻ്റേതല്ല, ഇദം ന മമ, എൻ്റേതല്ല. എൻ്റേതല്ലെങ്കിൽ അത് നിൻ്റേതുമല്ല. കാരണം ഞാനും നീയും ഈ കോണ്ടെക്സ്റ്റിലുണ്ട്. ഈ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്ന കാര്യം എൻ്റെയുമല്ല, നമ്മുടെയുമല്ല. നമ്മൾ ഈ കോണ്ടെക്സ്റ്റിൻ്റെ അനിവാര്യമായിരിക്കുന്ന ഭാഗങ്ങൾ മാത്രം എന്ന സങ്കല്പമാണ് അതിനകത്ത് വരുന്നത്. അപ്പോൾ എടുത്തു വെക്കാൻ പറ്റില്ല. എന്താ കാരണം?
എൻ്റേതല്ലാത്തത് എന്തെടുക്കുന്നതും കളവാണ്. എൻ്റേതല്ലാത്തത് ഞാൻ എന്തെടുത്താലും നിൻ്റെ തട്ടിപ്പറിച്ചെടുക്കുകയല്ലേ. അതെ. അപ്പം എൻ്റേതല്ലാത്തത് ഞാൻ എന്തെടുക്കുന്നതും കളവാണ്. അതുകൊണ്ടാണ് ഗൃധകസ്വസിദ്ധനം എന്ന് പറയുന്നത്. ആരുടെയും മുതൽ ആശിക്കരുത്, എടുക്കരുത്. ഇതൊന്നും എൻ്റേതല്ലെങ്കിൽ ഞാനിത് എടുത്തു കഴിഞ്ഞാൽ കളവായിട്ട് മാറും. അപ്പം എൻ്റേതല്ലാത്തത് എടുക്കാതിരിക്കാനുള്ളൊരു വിവേകം ഉണ്ടാകണം. ഇതൊന്നും എൻ്റേതല്ല. അപ്പം നമ്മൾ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഈ കാണുന്നതിലാണ് ഞാനും നീയും നിലനിൽക്കുന്നത്. ഞാൻ എന്ന് പറഞ്ഞാൽ, ഞാനെന്ന് പറയുമ്പോൾ, നീ എന്ന് പറയുമ്പോൾ, ഞാനല്ലാത്തതെല്ലാം നീയാണ്. ഇതൊക്കെ നീയാണ്. അപ്പം ഞാനും നീയും അവിഭാജ്യമായ ഒരു ഘടകമായി ഇതിലിരിക്കുന്നു. അതാണ് ഇതം. ആ ഇതം അതെൻ്റേതല്ല എന്ന് പഠിപ്പിക്കുന്നതാണ് അദ്വൈതം. എൻ്റേതല്ലെങ്കിൽ അത് നിൻ്റേതുമല്ല. അതുകൊണ്ടാണ് ആദ്യം പഠിപ്പിക്കുന്നത് ഇതം ന മമ, ഇതൊന്നും നമ്മുടേതല്ല. അപ്പം നമ്മുടേതല്ലാത്തത് കൊണ്ട് തന്നെ ഇതെല്ലാം വാരിപ്പിടിച്ച് ഇങ്ങനെയൊക്കെ എടുക്കരുത്. കാരണം എത്ര വേണം എന്നറിയാതെ മനുഷ്യർ നീങ്ങിപ്പോവും. അവനവൻ എത്ര വേണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒരു ധാരണയില്ലാതെ വരും. അപ്പം എന്തു ചെയ്യും? ഇതൊക്കെ വെട്ടിപ്പിടിക്കും. ഈ വെട്ടിപ്പിടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഒന്നുമില്ല. ടോൾസ്റ്റോയുടെ പ്രസിദ്ധമായൊരു കഥയുണ്ട്. ഒരു മനുഷ്യന് എത്ര ഭൂമി വേണം എന്നുള്ളതാണ് അന്നത്തെ ചോദ്യം. അപ്പോൾ ഒരു ഭൂമിയുടെ ജമീന്ദാർ വന്നിട്ട് പറഞ്ഞ്, നിങ്ങൾ എത്ര ഓടുന്നുവോ അതിൻ്റെ ഇരട്ടി ഭൂമി ഞാൻ നിങ്ങൾക്ക് തരുമെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ഓടിയെടുക്കാൻ പറ്റുന്ന എത്രയാണോ, ഇപ്പോൾ 10 അടി ഓടാമെന്നുണ്ടെങ്കിൽ 20 അടി കിട്ടും. 10 കിലോമീറ്റർ ഓടാമെന്നുണ്ടെങ്കിൽ 20 കിലോമീറ്റർ വിസ്താരത്തിൽ കിട്ടും. ഒരു മനുഷ്യൻ ഓടാൻ തുടങ്ങി. അയാൾ ഓടിപ്പോകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ മുന്നിൽ കീഴടക്കാനുള്ള ഭൂമി കൂടി വരെയാണ്. അവസാനം ഈ മനുഷ്യൻ ഓടിപ്പോയി അവിടെ വീണ് മരിച്ച്. അപ്പോൾ ടോൾസ്റ്റോയി പറഞ്ഞ് 6 അടി മതിയായിരുന്നു, അത് ഈ പാവത്തിന് അറിയില്ലായിരുന്നു എന്ന്. അത്രയും മതിയായിരുന്നു, പക്ഷെ അതറിയാതെ പോയി. ഇതാണ് മനുഷ്യ ജീവിതത്തിൽ സംഭവിക്കുന്നത്. നമുക്കിത്രയൊന്നും വേണ്ട, പക്ഷെ എത്ര കിട്ടിയാലും മതി വരില്ല. ഇത്രയൊന്നും വേണ്ട, എത്ര കിട്ടിയാലും മതി വരെയില്ല എന്നുള്ളപ്പോൾ ഇത്ര മതി എന്ന് നമ്മെ കൊണ്ട് ചിന്തിപ്പിക്കുന്നതാണ് അദ്വൈതം. കാരണം എന്താണ്? ഇത് എൻ്റേതല്ലെങ്കിൽ പിന്നെ ഇത് എടുത്തു വച്ചിട്ട് എന്താ കാര്യം? എൻ്റേതല്ലാത്തതൊന്നും ഞാൻ എടുത്തു വച്ചിട്ടൊരു കാര്യമില്ലല്ലോ. ഇതൊക്കെ കൂടി കൊണ്ടുപോകാൻ പറ്റില്ല, എങ്ങും കൊണ്ടുപോകാൻ പറ്റില്ല. ഇത് ഈ മനുഷ്യന് ഒരു നിമിഷം അങ്ങോട്ട് മാറി മനുഷ്യൻ്റെ സ്റ്റാറ്റസ് മാറുന്നത് വളരെ പെട്ടെന്നാണ്. ഈ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് അലങ്കാരങ്ങളുണ്ട്, പക്ഷേ ഒരു ആശുപത്രിയിൽ ഞാൻ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ എനിക്ക് അലങ്കാരങ്ങളില്ല, പിന്നെ രോഗിയാണ്. രോഗിക്ക് പേര് പോലും ഇല്ല. 212 പേഷ്യൻ്റ്, പേരില്ല. അത് കഴിഞ്ഞാലോ, അവിടെ കിടന്ന് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതെല്ലാം മാറി വെറും ബോഡിയാണ്. ആ തന്തയായാലും തള്ളയായാലും ആരായിരുന്നാലും ബോഡി വന്നോ, ബോഡി കൊണ്ടുപോയോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇത് സംബന്ധിച്ച് വേറൊരു കഥയുള്ളത് എന്താണെന്ന് വെച്ചാൽ, അലക്സാണ്ടർ ഇവിടെ വന്നല്ല. അലക്സാണ്ടർ ഇവിടെ വന്ന് ലോകം മുഴുവൻ കീഴടക്കാൻ പോയി. അപ്പോൾ ഇയാളുടെ ഒരു മോഹം എന്ന് വെച്ചാൽ ലോകം മുഴുവൻ കീഴടക്കിയ അലക്സാണ്ടറാണ്. ഇയാൾ അങ്ങനെ ഇന്ത്യയിലും കീഴടക്കി. ഇന്ത്യയിൽ കീഴടക്കി കഴിഞ്ഞപ്പോഴാണ് ഇയാൾ വേറൊരു വിഭാഗം ജനങ്ങളെ കണ്ടത് ആദ്യമായിട്ട്. കാരണം ഉള്ളവരുണ്ട്, ഇല്ലാത്തവരുണ്ട്. നിങ്ങൾക്കറിയാം, മാർക്സ് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്കറിയാം. പക്ഷെ വേണ്ടാത്തവരുണ്ട്. എനിക്കിത് വേണ്ട. നമ്മളുള്ളവരെയും കണ്ടിട്ടുണ്ട്, ഇല്ലാത്തവരെയും കണ്ടിട്ടുണ്ട്, പക്ഷെ വേണ്ടാത്തവരും ഉണ്ട്. അപ്പോൾ ഈ വേണ്ടാത്തവരെങ്ങനെയാണ് ജീവിക്കണമെന്നുള്ള കാര്യം ഇയാൾക്ക് അത്ഭുതമായിരുന്നു. അത് അത്തരക്കാരെ ഇയാൾ ആദ്യമായിട്ട് കാണുന്നത് ഇന്ത്യയിൽ വന്നപ്പോഴാണ്. എനിക്കിത് വേണ്ട, എനിക്ക് വേണ്ടാത്തവർ. പക്ഷേ യൂറോപ്പിനും അല്ലെങ്കിൽ ഗ്രീസിലും തുടങ്ങിയ ജീവിതം മുഴുവൻ പറയുന്നത് ഉള്ളവനും ഇല്ലാത്തവനും എന്നാണ്.
നമ്മൾ പറയുന്നത് ഉള്ളവനും ഇല്ലാത്തവൻ്റെയും ഇടയ്ക്ക് വേറൊരു വിഭാഗമുണ്ട്, അത് വേണ്ടാത്തവരാണ്. എനിക്കിത്രയും വേണ്ട, എനിക്കിത് മതി, അത് പറയുന്നവരുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് ഇയാൾ നാട്ടിൽ പോയി കഴിഞ്ഞപ്പോഴേക്കും ഇയാൾക്ക് ഒരു കാര്യം ബോധ്യമായി, ഇതെല്ലാം വേണ്ടാത്തവൻ എങ്ങനെയാണ് ജീവിക്കുന്നതെന്നറിയണം. അപ്പോൾ ഇയാൾ എന്ത് വെച്ചാൽ ഇയാൾക്ക് ഒരു കാര്യം അറിയാം, അവിടെ ഒന്നും വേണ്ടാതെ ജീവിക്കുന്ന ഒരാളുണ്ടായിരുന്നു, അത് ഡയോജനീസ് ആയിരുന്നു. ഭ്രാന്തായിരുന്നാണ് എല്ലാവരും പറഞ്ഞിരുന്ന ഡയോജനീസിന്. ഈ ഭ്രാന്തായിരുന്നു എന്ന് ഡയോജനീസിന് പറഞ്ഞിരുന്നെങ്കിലും ഡയോജനീസിന് ഭ്രാന്തില്ല എന്ന് 2 പേർക്കറിയാമായിരുന്നു. ഒന്ന് അരിസ്റ്റോട്ടിലിനാണ്, 2 അലക്സാണ്ടർക്കുമാണ്. അരിസ്റ്റോട്ടിൽ അലക്സാണ്ടറുടെ ഗുരുവാണ്. അപ്പോൾ ചോദിച്ചു, ഇന്ന് ഈ ഗ്രീസിലെ ഏറ്റവും വിശുദ്ധനായ മനുഷ്യനാരാണ്? അപ്പോൾ ചോദിച്ചു എന്തിനാണെന്ന് ചോദിച്ചു. അല്ല, ആ മനുഷ്യന് എന്തെങ്കിലും കൊടുക്കണം, പരീക്ഷിക്കാണ്. ഏറ്റവും വിശുദ്ധനായ മനുഷ്യൻ എന്തെങ്കിലും സ്വീകരിക്കുമോ എന്നറിയണ്ടേ. അപ്പോൾ അരിസ്റ്റോട്ടിൽ പറഞ്ഞു അത് ഡയോജനീസ് ആണെന്ന് പറഞ്ഞു. അങ്ങനെ ഇയാൾ രാജാവ് ചക്രവർത്തിയാണല്ല, ലോകം മുഴുവൻ കീഴടക്കിയ ചക്രവർത്തിയാണ്. ഇയാൾ വേഗം കിങ്കരന്മാരെ പറഞ്ഞു വിട്ടു, പോയി ചോദിക്കാൻ പറഞ്ഞു. കിങ്കരന്മാർ എന്നിട്ട് പറഞ്ഞിങ്ങനെ, മഹാനായ അലക്സാണ്ടർ അങ്ങേക്ക് എന്തെങ്കിലും നൽകാൻ ആഗ്രഹിക്കുന്നു, അതുകൊണ്ട് അങ്ങ് ഒന്നുകിൽ എന്താണെന്ന് പറയണം, അല്ലെങ്കിൽ കൊട്ടാരത്തിൽ വരണം. അപ്പോൾ ഡയോജനീസ് പറഞ്ഞു, നിങ്ങളുടെ ചക്രവർത്തിയോട് പറയുക അദ്ദേഹത്തിന് എനിക്ക് ഒന്നും നൽകാൻ കഴിയില്ല എന്ന്. അപ്പോൾ ഇവർ പരസ്പരം പറഞ്ഞു, ഇയാൾക്കും ഭ്രാന്താണ്, അത് പണ്ടേ അറിയാം ഡയോജനീസിന്, ഇപ്പോൾ നമ്മുടെ ചക്രവർത്തിക്കും നേരിയ തോതിൽ തുടങ്ങിയിട്ടുണ്ടോ എന്ന് സംശയമാണെന്ന് പറഞ്ഞ് ഇവരവിടെ ചെന്ന് കൊട്ടാരത്തിൽ ചെന്നിട്ട് പറഞ്ഞു, അയാൾ മഹാ അഹങ്കാരിയാണ് കേട്ടോ, അയാൾ ചക്രവർത്തിക്ക് അയാൾക്ക് ഒന്നും കൊടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിരിക്കുന്നു, അയാൾ ചക്രവർത്തി ആരാണെന്നാണ് ധരിച്ചിരിക്കുന്നത്, ഇത്രയും ധിക്കാരം കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. ഈ ശിങ്കിടികൾ എപ്പോഴും അങ്ങനെയാണല്ലോ, അവർക്ക് പറയാനുള്ള തെറി കൂടി ഇവൻ്റെ ചിലവിൽ പറയും. അപ്പോൾ അവിടെ ചെന്ന് ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അലക്സാണ്ടറിന് കാര്യം മനസ്സിലായി. അയാൾ നേരിട്ട് ചെന്നുകൊണ്ട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ലോകം മുഴുവൻ കീഴടക്കി വന്നിട്ടുള്ള ഒരു ചക്രവർത്തിക്ക് അങ്ങേക്കൊന്നും നൽകാൻ കഴിയില്ല എന്ന് പറഞ്ഞത്? അപ്പോൾ ഡയോജനീസ് പറഞ്ഞ്, ഞാൻ ആഗ്രഹങ്ങളില്ലാത്തവനാണ്, ആഗ്രഹങ്ങളില്ലാത്ത എനിക്ക് അങ്ങേക്ക് എന്ത് നൽകാൻ കഴിയും? ഇയാൾ അമ്പരന്ന് പെട്ടുപോയി. അത് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് ഇയാൾ പറഞ്ഞു, ഇയാളിങ്ങനെ നിൽക്കുകയാണ്, ഇപ്പം ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. അങ്ങ് കുറച്ച് മാറി എന്ന് കഴിഞ്ഞാൽ ആ സൂര്യപ്രകാശം എനിക്ക് കിട്ടും, അത് എനിക്കും അങ്ങേക്കും തുല്യമായി അവകാശപ്പെട്ടതാണ്. ഇയാൾ തിരിച്ചു വന്നിട്ട് പറഞ്ഞ്, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ 2 കൈയും ഈ ശവപ്പെട്ടിക്ക് പുറത്ത് സൂക്ഷിക്കണം, കാരണം ലോകം മുഴുവൻ കീഴടക്കിയ അലക്സാണ്ടർ ഈ ലോകത്ത് നിന്ന് പോയപ്പോൾ ഒന്നും എടുത്തില്ല എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താൻ. ഇതാണ് ആ കഥ. അപ്പോൾ ഈ ആഗ്രഹങ്ങളില്ലാത്ത അല്ലെങ്കിൽ വേണ്ടാത്ത ഒരു ജീവിതം ഉണ്ട്. ആ ജീവിതം അറിഞ്ഞവനാണ് എന്ത് പറഞ്ഞത്, ഇതം നമമ. അതറിയുന്നതോടുകൂടിയാണ് ഒരു മനുഷ്യൻ്റെ അദ്വൈത പഠനം ആരംഭിക്കുന്നത്. ഇത്രയും അറിവുകൾ നമുക്കായി പകർന്നു തന്ന രാധാകൃഷ്ണൻ സാറിന് ഒരുപാട് നന്ദി. അദ്വൈതത്തെയും അതിൻ്റെ പ്രായോഗികതയും കുറിച്ച് ഒരു സീരീസ് നമ്മൾ രാധാകൃഷ്ണൻ സാറുമായി തന്നെ ഉടൻ ആരംഭിക്കുന്നതാണ്. അതിൽ അദ്വൈത സിദ്ധാന്തത്തെപ്പറ്റി നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഒരിക്കൽ കൂടി ഒരുപാട് നന്ദി.